രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വണ്ടൂരിൽ NDA സംഘടിപ്പിച്ച റോഡ് ഷോയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ? ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ 3 മണിയോടെയാണ് വണ്ടൂരിലെത്തിയത്. വണ്ടൂർ VMC മൈതാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ അദ്ദേഹം 4 മണിയോടെ പള്ളിക്കുന്നിൽ നിന്നും തുടക്കമായ റോഡ് ഷോയിൽ പങ്കെടുത്തു. C. അനന്തപത്മനാഭൻ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തി. यहाँ में वो कम से कम साल का 2 महीना यहाँ रहता है. രാഹുൽ ഗാന്ധി വയനാട്ടിലെ MP ആണ്. അദ്ദേഹത്തെ ഇവിടെ കാണാറുണ്ടോ? അദ്ദേഹം വർഷത്തിൽ 2 മാസമെങ്കിലും ഇവിടെ വന്ന് നിൽക്കാറുണ്ടോ? आप लोग क्या उनको मिल सकता है? നിങ്ങൾ അദ്ദേഹത്തെ കാണാറുണ്ടോ? क्या मिल सकता है आप लोग उनको? കാണാറുണ്ടോ? क्या आप लोग उनको मोबाइल फोन से बात कर सकते हैं? നിങ്ങൾക്ക് അദ്ദേഹവുമായി മൊബൈൽ ഫോണിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? कभी वो आप लोगों को दिल्ली में बुलाता है खाना खाने के लिए? അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ ആരെങ്കിലും ഡൽഹിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? तो उनको आप क्यों वोट देते हो? പിന്നെ എന്തിനു നിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കണം? तो राहुल गांधी यहाँ MP नहीं है, यहाँ वो टूरिस्ट है. टूरिस्ट हिसाब से वो आते हैं और टूरिस्ट हिसाब से वो चला जाता है. രാഹുൽ ഗാന്ധി ഇവിടുത്തെ പാർലമെന്റ് അംഗമല്ല. അദ്ദേഹം ഇവിടെ ഒരു വിനോദസഞ്ചാരിയാണ്. ഒരു വിനോദസഞ്ചാരിയായി വരുന്നു, വിനോദസഞ്ചാരിയായി പോകുന്നു. NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ, അൽഫോൺസ് കണ്ണന്താനം എന്നിവർ റോഡ് ഷോയിൽ പങ്കെടുത്തു. നിലമ്പൂർ റോഡിലെ പള്ളിക്കുളം വരെ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ ശിങ്കാരിമേളം, തമ്പോലം, പൂക്കാവടി മുതലായവ ആകർഷകങ്ങളായി. ഘോഷയാത്രയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. ഞാൻ പ്രിപ്പയർഡാണ്, കോൺഫിഡന്റ്. നിന്റെ ഓരോ ചലനവും എനിക്ക് അന്നേ അറിയാമായിരുന്നു. Hey Liz, the baby's got your nose, cheeks and lips. നിന്റെ സോഫ്റ്റ് സ്കിൻ, കെയർ, കംഫർട്ടൊക്കെ ശ്രദ്ധിച്ച് നിന്നെ സംരക്ഷിക്കാൻ എനിക്കാവുന്ന പോലെ മറ്റാർക്ക് സാധിക്കും? നീ ഹെൽത്തിയായി, ഹാപ്പിയായി, സ്വതന്ത്രനായി വളരൂ. ഓരോ ചുവടിലും നിന്നോടൊപ്പം ഞാനുണ്ടെന്ന ധൈര്യത്തോടെ. Poppies, full of love.